അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സദ്യ സ്പെഷ്യൽ പിങ്ക് പാലട പായസമാണ്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ബീട്രൂട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വെക്കാം. അതുപോലെ തന്നെ ഈ സാബൂനരിയും ഇതിന് ചൗവരി എന്നും പറയും, ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഈ പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ റൈസ് അടയാണ് എടുത്തിട്ടുള്ളത്. ഇതും നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് മൂടി വെക്കാം. ഈ സാബൂനരി ഇവിടെ ഏതാണ്ട് വേവായി വന്നിട്ടുണ്ട്. ഒരു 3/4 ഭാഗം വേവായാൽ മതിയാവും. ഇനി നമുക്കിത് ഒരു അരിപ്പയിലേക്ക് വാർത്തെടുക്കാം. ഇതിൻ്റെ ഈ പശയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ടൊന്ന് വാർത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ടും ഇവിടെ ഏതാണ്ട് വേവായി വന്നിട്ടുണ്ട്. ഇനി ബീട്രൂട്ട് പീസുകളെല്ലാം വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് പായസം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച ബീട്രൂട്ടിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ അടയും ഏതാണ്ട് പകുതി വേവായി വന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു 15 മിനിറ്റോളമാണ് ഞാനിങ്ങനെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചത്. ഇതും നമുക്കൊന്ന് വാർത്തെടുക്കാം. ഈ അട നേരത്തെ വേവിച്ചെടുത്ത ബീട്രൂട്ടിൻ്റെ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച സാബൂനരിയും ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് സാബൂനരി ഇഷ്ടമില്ലെങ്കിൽ പാലട മാത്രം വെച്ചിട്ടും ഈ പായസം ഉണ്ടാക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഏതാണ്ട് ഒരു 3/4 ലിറ്ററോളം പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എല്ലാം ഒന്ന് നന്നായി മിക്സാക്കി എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായി മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം. ഇത് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ വെക്കാനായിട്ട്. പായസം വെന്ത് വരുമ്പോഴേക്കും ഈ ബീട്രൂട്ട് നമുക്കൊന്ന് മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ്. അരച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരിപ്പയിൽ നന്നായി അരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം അടയും സാബൂനരിയും എല്ലാം നന്നായി വെന്ത് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ പായസം വെന്ത് വന്നപ്പോൾ ആദ്യത്തെ പിങ്ക് നിറം അതിനുണ്ടാവില്ല. ആ ഒരു പിങ്ക് നിറം കിട്ടാനായിട്ട് നമുക്ക് ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ച ബീട്രൂട്ടിൻ്റെ നീര് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുന്നതെന്ന് കരുതിയിട്ട് ഇതിന് ബീട്രൂട്ടിൻ്റെ യാതൊരു മണവും ടേസ്റ്റൊന്നും നമുക്ക് ഈ പായസത്തിന് ഉണ്ടാവില്ല. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുൻപായിട്ട് ചൂടോടുകൂടി തന്നെ പായസത്തിലേക്ക് നമുക്ക് ഈ കളറ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇപ്പം നമ്മുടെ പായസത്തിന് നല്ലൊരു പിങ്ക് കളറ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിലും ഒപ്പിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ അടിപൊളി പാലട പിങ്ക് പായസം റെഡി ആയിട്ടുണ്ട്. സദ്യക്കൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി പായസം തന്നെയാണിത്. ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.